നമസ്കാരം, കേനൂസിലേക്ക് സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന വാർത്തയോട് പ്രതികരിച്ച് എം.വി. ഗോവിന്ദൻ. സർക്കാർ ജീവനക്കാരിലും കള്ളനാണയങ്ങൾ കാണുമെന്നും അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ എന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. തികച്ചും തെറ്റായ നടപടിയാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. തെറ്റ് ചെയ്തവർ ആരായാലും അവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. സർക്കാർ കടമെടുത്താണ് പെൻഷൻ നൽകുന്നത്. ഈ സമയം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഈ പ്രവണത കാണിച്ചത് തികച്ചും തെറ്റായ നടപടിയാണെന്നും എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രത്യേക പരിസ്ഥിതി കണക്കെടുത്ത് ഗവൺമെൻറ് ഏർപ്പാട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ്. സ്വാഭാവികമായിട്ടും ഏതാണ്ട് 62 ലക്ഷത്തോളം ആളുകൾക്ക് വിവിധ വിഭാഗത്തിൽപ്പെട്ട് 1600 രൂപയാണ് പെൻഷനായിട്ട് നൽകി വരുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധതയോടുകൂടി സാമൂഹ്യ പെൻഷൻ നൽകണം എന്ന് തീരുമാനിക്കുകയും നൽകി വരികയും ചെയ്യുകയാണ്. അതിലാണിപ്പോൾ ഒരു ചെറിയ വിഭാഗം സാമ്പത്തിക ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നു എന്ന വിവരം പുറത്ത് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ തിരുത്താൻ ഫലപ്രദമായ കർശനമായ നിലപാട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അർഹതയുള്ളവർക്ക് ലഭിക്കാൻ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തെറ്റായ രീതിയിൽ പണം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ നിന്ന് ഒഴിവാക്കും എന്നിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ച് പോകുന്നത്. ഞങ്ങൾക്ക് അതിൽ വേറൊരു അഭിപ്രായം ഇല്ലതാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ www.kenewskerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.